ഡോക്ടർമാർ വരുമ്പോൾ നിങ്ങളൊക്കെ രോഗികളെ കൊല്ലുന്നവരാണെന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ കഴിയുമോ? അത് ശരിയല്ല. ചികിത്സാ പിഴവുകൾ കാണുമ്പോൾ പരിശോധിച്ച് അത് അന്വേഷണം നടത്തിയിട്ടാണ്. ഇപ്പൊ DME-നെ അന്വേഷണം ഏൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റേ ആശുപത്രിയിലാണെങ്കിൽ DHS ഉണ്ട്. ഇവരുടെയൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനം എടുക്കൂ. എന്ന് വിചാരിച്ച് വെള്ളം കുശുന്ന റിപ്പോർട്ട് കണ്ടാൽ തിരിച്ചറിയാം. നമ്മൾ കുറെ കാലമായി ഈ പണി തുടങ്ങിയിട്ട്. അങ്ങനെയുള്ളത് വകവയ്ക്കൂല. അപ്പൊ ഞാൻ പറയുന്നത്, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിന് പരമാവധി ഫണ്ടുകൾ വിനിയോഗിക്കുക, 2 കഴിയുന്നത്ര ആക്ഷേപങ്ങൾ ഒഴിവാക്കുക. ഈ രോഗികളുടെ എണ്ണത്തിൽ ഇപ്പൊ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഒരു നല്ല രീതിയിൽ ചികിത്സ കിട്ടിയാൽ പിന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരവ് ഒഴിവാക്കാം. ഇപ്പൊ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് സമാധാനത്തോടെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? മുറിവ് കെട്ടാനും ഡോക്ടർ, സർജറി നടത്താനും ഡോക്ടർ. അങ്ങനെ വന്നാൽ ഡോക്ടർമാരും മനുഷ്യരല്ലേ, ദൈവദൂതന്മാരല്ലല്ലോ. അവരുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ആരെ ബാധിക്കും? രോഗികളെ ബാധിക്കും. പിന്നെ ആക്ഷേപം വരും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. കാരണം MLA-മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പരാതി കേൾക്കാൻ ഉള്ള യോഗമായതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വകുപ്പ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, മരുന്നുകൾക്കും ഉപകരണങ്ങൾക്കുമായി വിതരണക്കാർക്ക് നൽകാനുള്ള വൻ സാമ്പത്തിക ബാധ്യത. അത് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോടെ സഹായിച്ചാൽ മാത്രമേ, അങ്ങയുടെ വകുപ്പ് ധനകാര്യം സഹായിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കൊടുത്ത കാശുണ്ടല്ലോ, ഇനിയുള്ള കാശ് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് മറ്റു മാർഗങ്ങൾ ആലോചിക്കാവുന്നത്. പക്ഷെ കൊടുത്ത സാധനത്തിന് കാശ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവര് ഇനിയുള്ള സാധനങ്ങൾ തരൂ. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഇതിൻ്റെ ഒരു ചെലവെന്ന് പറയുന്നത് വിവിധ പദ്ധതികൾക്കായി സർക്കാരിന് വലിയ കുടിശ്ശികയുണ്ട്. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, നമ്മുടെ പഴയ കാരുണ്യ പദ്ധതി, അതിന്റെ പേര് മാറ്റി കാരുണ്യ സുരക്ഷാ പദ്ധതി വഴി ആശുപത്രികൾക്ക് നൽകാനുള്ള ക്ലെയിമുകൾക്ക് മാത്രം 2017 കോടി രൂപയാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്. ഇതിനുവേണ്ടി ഒരു സ്കീമിന്റെയാ പറയുന്നത്. കൂടാതെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് KMSCL അതിന് നൽകാനുള്ള കുടിശ്ശിക 476 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇത് രണ്ടിനും മാത്രമാണ്. വിതരണക്കാരുടെ സമരമുണ്ട് ഇപ്പോൾ. ഇത് ആശുപത്രി സാധനങ്ങൾ തന്നവരുടെ 150 പരം കോടി രൂപ കുടിശ്ശികയായതോടുകൂടിയിട്ടാണ് മരുന്നുകളും ഇംപ്ലാന്റുകളും നൽകുന്നത് വിതരണക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ജീവൻ രക്ഷാ ശസ്ത്രക്രിയകളെ പോലും ബാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ചിലപ്പോൾ പറയുന്നത്, അവിടെ ശസ്ത്രക്രിയക്ക് ചെല്ലുമ്പോൾ അവിടെ സമയം നീട്ടി ചോദിക്കുന്നു. ഇതൊക്കെ പറയാൻ കാരണം ചില സ്ഥലത്ത് ഉപകരണങ്ങളൊന്നുമില്ല, കുടിശ്ശികയുണ്ട്, കൊടുക്കണ്ടേ? അത് എത്ര കോടിയുടെ ആണ് സാധനങ്ങൾ തരുന്നത്? അതൊക്കെ കുടിശ്ശികയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്ത് പറ്റും? പല സ്വകാര്യ ആശുപത്രികളും ഇൻഷുറൻസ് വഴി രോഗികളെ പ്രവേശിപ്പിക്കുന്നത്